കാർബോഹൈഡ്രേറ്റ്സിലുള്ള നെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് മ്യൂട്ടാർ റൊട്ടേഷൻ ആണ്. മ്യൂട്ടാർ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ മോളിക്യൂളിനും ഒരു സ്പെസിഫിക് റൊട്ടേഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് വരുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പല സ്ഥലത്തേക്കായിരിക്കും. ഓക്കെ, റിഫ്രാക്റ്റഡ് പല സ്ഥലത്തേക്ക് പോകും. അപ്പം അങ്ങനെ അല്ലാതെ ഒരേ ഡയറക്ഷനിലേക്ക് ലൈറ്റ് പോകുന്നതിനാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കടന്നു പോകുമ്പോൾ ഇതിനെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഡൈവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ലൈറ്റ് വരുമ്പോൾ പല ഡയറക്ഷനിൽ എങ്ങനെ പോകും? ഓക്കെ, ഇങ്ങനെ പോകും, പല ഡയറക്ഷനിലേക്കായിരിക്കും. അത് മാറ്റിയിട്ട് എല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇതിനെന്ത് വിളിക്കാം? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, ഇതിനെ കടത്തി വിടുമ്പോൾ ഈ മോളിക്യൂളിന്റെ മിക്സ്ചറിലൂടെ കടത്തി വിടുമ്പോൾ ഇറ്റ് ക്യാൻ ഐദർ ബെൻഡ് ടുവേർഡ്സ് റൈറ്റ് ഓർ ബെൻഡ് ടുവേർഡ്സ് ലെഫ്റ്റ്. അപ്പം റൈറ്റ് ആംഗിളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ പ്ലസ് സൈനിൽ നമ്മൾ മാർക്ക് ചെയ്യും, ഇത്ര ഡിഗ്രി പ്ലസ്. നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ മൈനസ് ഒരു നിശ്ചിത ഡിഗ്രി മാർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ 60 ഡിഗ്രി ഓർ ഇറ്റ് ക്യാൻ ബി -18 ഡിഗ്രി. അപ്പം ഇതാണ് ടുവേർഡ്സ് ദ റൈറ്റ്, ഇതാണ് ടുവേർഡ്സ് ദ ലെഫ്റ്റ്. ഇതിനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇവിടെയാണ് എന്തുള്ളത്? ഈ പറയുന്ന മോളിക്യൂൾ ഉള്ളത്. ഓക്കെ, ഇതിനെയാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു മോളിക്യൂളിന്റെ ഒറിജിനൽ സ്പെസിഫിക് റൊട്ടേഷനിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ മ്യൂട്ടാർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഗ്ലൂക്കോസിന്റെ കേസിൽ ഓക്കെ 2 ഫോം എക്സിസ്റ്റിംഗ് ആണല്ലേ. ഒന്ന് നോക്കിയാൽ നിങ്ങൾ ഇത് OH താഴോട്ടായതുകൊണ്ട് ആൽഫ കൺഫർമേഷൻ ആണ്, ഇതിൽ OH മുകളിലേക്കായതുകൊണ്ട് ബീറ്റ കൺഫർമേഷൻ ആണ്. ആൽഫ ഗ്ലൂക്കോസിന് ഒരു ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, സോ ഐ ആം സെയിങ് ജസ്റ്റ് എക്സ്. ബീറ്റ ഗ്ലൂക്കോസിന് വേറൊന്നുണ്ട് Y. ഓക്കെ, അപ്പം എക്സ് എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിൽ നിന്ന് ആൽഫ ഗ്ലൂക്കോസിന്റെ ഒരു സൊല്യൂഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മ്യൂട്ടാർ റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒറിജിനലി പറയുകയാണെങ്കിൽ അറൗണ്ട് 111 ആണ്. ഓക്കെ, 111 or 12. ഓക്കെ, ഇതാണ് ഇതിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് +112. ബീറ്റേന്റെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് +18.7. ഓക്കെ, അപ്പം ആൽഫ ഒരു സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്പെസിഫിക് റൊട്ടേഷൻ എത്രയാണ്? 112. ഇതിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മ്യൂട്ടാർ റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓരോ മോളിക്യൂളിനും ഒരു സ്പെസിഫിക് റൊട്ടേഷൻ ഉണ്ട്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. ഈ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മ്യൂട്ടാർ റൊട്ടേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം മ്യൂട്ടാർ റൊട്ടേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദി ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഓഫ് എ സൊല്യൂഷൻ ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ എക്വിലിബ്രിയം ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ ആനോമേഴ്സ്. ഓക്കെ, ഇപ്പോൾ ആൽഫ ഫോമും ബീറ്റ ഫോമും ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഈ പ്രസൻസ് കൊണ്ട് ഈ 2 മോളിക്യൂൾ ഉണ്ടാവാനുള്ള ചാൻസ് കൊണ്ട് ഒരു മോളിക്യൂളിന്റെ സൊല്യൂഷനിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അതിനെയാണ് നമ്മൾ മ്യൂട്ടാർ റൊട്ടേഷൻ എന്ന് വിളിക്കുക. ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ഓഗസ്റ്റിൻ പേരെ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് in 1846. ഇനി എന്തുകൊണ്ട് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി മ്യൂട്ടാർ റൊട്ടേഷൻ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇത് തന്നെയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഇവിടെ റീസൺ ഉണ്ട് അല്ലേ? ആൽഫയും ബീറ്റയും ആനോമർ ഉള്ളത് കൊണ്ടാണ് ഇത് ഉണ്ടായത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് പറയാം? ഈ ഒരു എക്സിസ്റ്റൻസിൽ നമ്മൾ പറയുന്നവരാണ് ടോട്ടോമെറിസം എന്നുള്ളത്. ഓക്കെ, ടോട്ടോമെറിസം. അപ്പൊ എന്തുകൊണ്ടാണ് മ്യൂട്ടാർ റൊട്ടേഷൻ ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ടോട്ടോമെറിസം. എന്താ ടോട്ടോമെറിസം എന്ന് പറഞ്ഞാൽ? എബിലിറ്റി ഓഫ് എ മോളിക്യൂൾ അല്ലെങ്കിൽ ടെൻഡൻസി ഓഫ് എ മോളിക്യൂൾ ടു എക്സിസ്റ്റ് ഇൻ മോർ ദാൻ വൺ ഫോം, and that is known as the tautomerism.
അപ്പം മ്യൂട്ടാർ റൊട്ടേഷൻ ഉണ്ടാവുന്നത് ടോട്ടോമെറിസം കൊണ്ടാണ്. ടോട്ടോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂള് ഒന്നിൽ കൂടുതൽ ഫോമിൽ നിൽക്കാനുള്ള ടെൻഡൻസിയാണ് ടോട്ടോമെറിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒബ്സർവേഷനിലേക്ക് നമുക്ക് പോകാം. നമ്മൾ എങ്ങനെ മ്യൂട്ടാർ റൊട്ടേഷൻ കാണാൻ പറ്റും നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസിന് എടുക്കുന്നു. നമുക്കറിയാം ഗ്ലൂക്കോസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആൽഫ ഫോമിലും ബീറ്റ ഫോമിലും ആനോമറിക് ഫോമിലും നിൽക്കും. ഓക്കെ, ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ആൽഫ എന്താണ് ബീറ്റ എന്താണ് എന്നുള്ളത്, സോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ആൽഫ ഫോമിലും ബീറ്റ ഫോമിലും നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 100% ഒരു ആൽഫ ഗ്ലൂക്കോസ് ഫോമിലുള്ള ഒരു ആൽഫ ഡി ഗ്ലൂക്കോസിനെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നോർമലി ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ സൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഇത് സൊല്യൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ആൽഫ ഡി ഗ്ലൂക്കോസ് ഒരിക്കലും ആൽഫ ഡി ഗ്ലൂക്കോസ് ആയിട്ട് മാറില്ല. ഇതെന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി ഫോമിങ് ലീനിയർ സ്ട്രക്ചർ. സൈക്ലിക് ഫോമിൽ നിന്ന് മാറിയിട്ട് ലീനിയർ സ്ട്രക്ചറിലേക്ക് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, CH2OH സോറി CHO CH2 ഇല്ല CHO CHOH COH H then CHOH CHOH CH2OH. ഈ ഒരു ലീനിയർ ഫോമിലേക്ക് മാറും. ലീനിയർ ഫോമിലേക്ക് മാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീനിയർ ഫോമിന് നിങ്ങൾക്ക് അറിയാം ആൽഫ ബീറ്റ ആനോമർ എന്ന് പറയുന്ന കൺസെപ്റ്റ് സൈക്ലിക് ഫോമിന് മാത്രമേ ഉള്ളൂ, ലീനിയർ ഫോമിന് ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ ലീനിയർ ഫോമിലേക്ക് മാറും. Now ഈ ലീനിയർ ഫോം എന്ത് ചെയ്യും, തിരിച്ചും കൺവേർട്ട് ചെയ്യപ്പെടും സൊല്യൂഷനിൽ. അങ്ങനെ തിരിച്ച് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ കുറച്ചെണ്ണം ആൽഫയായിട്ട് മാറും, പക്ഷെ എല്ലാം ആൽഫയായിട്ട് മാറൂല. എന്ത് സംഭവിക്കും, ബീറ്റ ഡി ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഓക്കെ, എന്താ സംഭവിച്ചത്, നമ്മൾ 100% ആൽഫ ഡി ഗ്ലൂക്കോസ് പൗഡർ എന്ത് ചെയ്യുന്നു, വെള്ളത്തിലേക്ക് ഇടുന്നു, അത് സൊല്യൂഷൻ ആവുന്നു. അങ്ങനെ സൊല്യൂഷൻ ആവുമ്പോൾ അത് ലീനിയർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. കുറച്ചെണ്ണം തിരിച്ച് ലീനിയർ ഫോമിലുള്ളത് വീണ്ടും സൈക്ലിക് ഫോമിലേക്ക് മാറാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ മാറുമ്പോൾ ചിലതൊക്കെ ആൽഫ തന്നെ ആവും, ചിലത് പക്ഷേ ബീറ്റ ആയിട്ട് മാറും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്പെസിഫിക് റൊട്ടേഷൻ എത്രയാ, ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെ കേസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 112 ഡിഗ്രി ആണ് അല്ലേ. സോ നോട്ട് സെൽഷ്യസ്, ഡിഗ്രി ആംഗിൾ ആണ് നമ്മൾ പറയുന്നത്, 112 ഡിഗ്രിയാണ്. ഇനി ബീറ്റ ഡി ഗ്ലൂക്കോസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എത്രയാണ്, 18 ആണ് അല്ലെ. 18 പോയിന്റ് സംതിങ്, നമുക്ക് 19 വേണമെങ്കിൽ ചേർക്കാം. -19 ആണ് ഇതിൻ്റെത്. ഓക്കെ, ഇതിൻ്റെതോ ഇറ്റ് വിൽ കംസ് അറൗണ്ട് 52 സംതിങ്. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എത്രയാണ്, 112 ആണ്. ഓക്കെ, ഒരിക്കലും ഇത് 112ലേക്ക് പോകില്ല. ഓക്കെ, 112ലേക്ക് പോകില്ല. അതിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടാവും ഡെഫിനറ്റ്ലി. അപ്പൊ ഇതിൻ്റെയൊക്കെ ആവറേജ് വാല്യൂ ആയിരിക്കും ആ ഒരു ഇക്വിലിബ്രിയത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ മ്യൂട്ടാർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അത് ഓർമ്മിക്കാം. സോ 100% of the alpha glucose is added in a solution. It undergoes the equilibrium state by converting itself into a straight chain form, and when it reforms it can either change into alpha or beta form. Specific rotation എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, so the specific rotation of alpha D pyranose is +112. Now it is +18.7. സോറി, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇത് മൈനസ് ആയിപ്പോയി. +18.7. Now alpha D pyranose has the ability to rotate the plane polarized light by +112 ഡിഗ്രി. എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബീറ്റയോ റൈറ്റിലേക്ക് +18 ഡിഗ്രിയിലേക്ക് തിരിക്കാൻ പറ്റും. ലീനിയർ ഫോമിലേക്കാണെങ്കിൽ അത് 52 എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. Now ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുകയാണെങ്കിൽ it will be in that particular degree. Okay, so and if beta anomaly is introduced, the plane polarized light should rotate 18.7 degree. Okay, ഇതല്ല നമ്മൾ കാണുന്നത്. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്യുന്ന എന്താണ്, വാട്ട് ആക്ച്വലി ഒബ്സർവ്ഡ് ഈസ് ദ റൊട്ടേഷൻ സ്റ്റെഡ്ലി ചേഞ്ചസ് അണ്ടിൽ ഇറ്റ് റീച്ചസ് ടു +52.7. എന്ന് വെച്ച് കഴിഞ്ഞാൽ 112 അല്ല കിട്ടുന്ന, 18.7 അല്ല കിട്ടുന്ന, മറിച്ച് അതിന്റെ നടുക്കുള്ള ഒരു ആവറേജ് വാല്യൂ ആയിട്ടുള്ള 52.7 ആണ് വരിക. ഓക്കെ, അതാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഈ ഒരു ചേഞ്ച്, അതായത് നിങ്ങളിപ്പം 18.7 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ബീറ്റ ഡി ആനോമർ ആണ് എന്ന് വെച്ചാൽ ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ് സൊല്യൂഷൻ ഉണ്ടെന്ന് വെച്ചോ.
എന്നാലും കിട്ടുന്നത് എത്രയായിരിക്കും? 52.7 ആയിരിക്കും സൊല്യൂഷനിൽ ഇതിന്റെ ആള്. എന്തുകൊണ്ടാണ്? ഈ ബീറ്റ ഡി ഗ്ലൂക്കോസ് സൊല്യൂഷനിലേക്ക് വന്ന പാട് എന്ത് ചെയ്യും? ലീനിയർ ഫോമിലേക്ക് മാറും. ഓക്കെ, ലീനിയർ ഫോമിലേക്ക് വന്നത് തിരിച്ച് ബീറ്റ ഡിയിലേക്കും പോകും, ആൽഫ ഡിയിലേക്കും പോകും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ ആവറേജ് വാല്യൂ ആയിട്ടുള്ള 52.7 ആയിരിക്കും ഇതിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ വരിക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയാണ്? 18.7 ആണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ എക്സ്പെക്റ്റഡ് റൊട്ടേഷനിൽ നിന്ന് ചേഞ്ച് ഉണ്ടായത് കൊണ്ട് നമുക്ക് പറയാം ഇതൊരു മ്യൂട്ടാർ റൊട്ടേഷൻ ആണ് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ആൽഫ ഡിയും ബീറ്റ ഡി ഗ്ലൂക്കോസ് ഇത് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഇത് രണ്ടും 50% നിൽക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സിലാക്കുക. ഓക്കെ, ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, രണ്ടിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആകുന്ന അവസ്ഥയല്ല ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മറിച്ച് നെറ്റ് റിയാക്ഷൻ, നെറ്റ് കൺവേർഷൻ എപ്പോഴാണോ നടക്കാതിരിക്കുന്നത് ആ ഒരു സ്റ്റേറ്റിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ഡി ഗ്ലൂക്കോസ് ഓക്കെ ഇന്റർ കൺവേർഷൻ നടക്കും എന്ന് പറഞ്ഞു അല്ലെ, ബീറ്റ ഡി ഗ്ലൂക്കോസ്, ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസും ഇന്റർ കൺവേർഷൻ നടക്കും. ഈ ഒരു ഇന്റർ കൺവേർഷൻ എപ്പോഴാണോ നടക്കാതിരിക്കുന്നത് ആ നടക്കാതിരിക്കുന്ന സമയത്തെ ആൽഫ ഡി ഗ്ലൂക്കോസിന്റെയും ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെയും കോൺസെൻട്രേഷൻ ആണ് ഇത് പറയുന്നത്. അപ്പൊ ഒരിക്കലും ഇത് 50%ഉം ഇത് 50%ഉം ആയാലല്ല ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്തുക, മറിച്ച് ഈ നെറ്റ് റിയാക്ഷൻ നടക്കാതിരിക്കുമ്പോഴാണ്. ആ നടക്കാതിരിക്കുന്നത് എന്ന് പറയുന്നത് ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ കേസിൽ 36%ഉം ഓക്കെ ബീറ്റ ഡിന്റെ കേസിൽ 64% ആയിരിക്കും. ഓക്കെ, അപ്പൊ അറൌണ്ട് 0.02% ആ സമയത്ത് ലീനിയർ ഫോമിൽ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ലീനിയർ ഫോമിൽ ഉണ്ടാവും. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ അപ്പോൾ കുറച്ചാണ്. ഞാൻ ഈ ഡെസിമൽ രണ്ടാമത്തെ പോയിന്റ് ആയതുകൊണ്ടാണ് 36, 64 എന്നുള്ളൊരു കോമ്പിനേഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് രണ്ട് ഏതെങ്കിലും ഒരു വാല്യൂ 0.02ലേക്ക് കുറച്ചാൽ മതി, അല്ലെങ്കിൽ 0.1 രണ്ടിനും കുറച്ചാൽ മതി. ഇപ്പൊ ലീനിയർ ഫോമിലും ആ സമയം ഉണ്ടാവും. ഇക്വിലിബ്രിയം സ്റ്റേറ്റില് ലീനിയർ ഫോമിലും ഒരു ചെറിയ പെർസെന്റേജ് മോളിക്യൂൾ 0.02% മോളിക്യൂൾ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെ ആൽഫ ഡി ഗ്ലൂക്കോസ് എത്രയാണ്? 36% ആണ്. ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെ ബീറ്റ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് 64% ആണ്. അല്ലാതെ രണ്ടും 50-50 അല്ല. ഓക്കെ, അതേസമയം തന്നെ ലീനിയർ ഫോം അറൌണ്ട് 0.02% ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഇതിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ എത്രയാണ്? അതാണ് നമ്മൾ പറഞ്ഞത് 52.7. എപ്പോഴും സൈൻ ഇടണം, പ്ലസ് സൈന് റെപ്രസെന്റ്സ് റൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ ആൽഫ ഡിക്ക് പകരം എൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മൈനസ്. ഓക്കെ, സോ 50% ആയിരിക്കും എന്ന് ഒരിക്കലും വിചാരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇക്വിലിബ്രിയത്തിന്റെ സ്റ്റേറ്റിൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് +52.7 ആണ്. ആ സമയത്ത് ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ 36% ആണ്, ബീറ്റന് 64% ആണ്. ലീനിയർ ഫോം എപ്പോഴും ഒരു 0.02% വരെ ഉണ്ടാവും. സോ ഇതിനെയാണ് നമ്മൾ മ്യൂട്ടാർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പഠിക്കണം, മറന്നു പോകരുത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മ്യൂട്ടാർ റൊട്ടേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിന് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ 5 മാർക്കിനും ചോദിക്കാം. അതിൻ്റെ കൂടെ 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്? ടോട്ടോമെറിസം എന്നുള്ളത്. അപ്പൊ ടോട്ടോമെറിസം എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എവിടെയോ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ടോട്ടോമെറിസം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് റീസൺ ഓക്കെ വൈ ഇത് ഈ പാർട്ടിലുണ്ടാവും. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ടോട്ടോമെറിസം. എന്താണ് ടോട്ടോമെറിസം? എ സിംഗിൾ കോമ്പൗണ്ട് ടെൻസ് ടു എക്സിസ്റ്റ് ഇൻ 2 or more ഇന്റർ കൺവേർട്ടബിൾ സ്ട്രക്ചർ, and that is known as the tautomerism. Okay, in case of the glucose or exo sugar, when it converts into a cyclic form, it can have alpha anomer or it can have a beta anomer, and that can be converted in solution interconvertible till the alpha reaches 36% and beta reaches 64%. Okay, from our interconvertible formula നിൽക്കാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ ടോട്ടോമെറിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. രണ്ടും പഠിക്കണം. ടോട്ടോമെറിസം എന്താണെന്ന് പഠിക്കണം, മ്യൂട്ടാർ റൊട്ടേഷൻ എന്താണെന്നുള്ളതും പഠിക്കണം.